ഹലോ ഗായ്സ്, അപ്പോൾ ഇതൊരു ഒന്നരാഴ്ച മുൻപുള്ള വീഡിയോ ആണ്. പക്ഷേ ഇപ്പോഴാണ് പോസ്റ്റ് ചെയ്യാൻ സമയമായെന്ന് മാത്രം. ഞാനൊരു നല്ലൊരു മന്തി ലവറാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ സൂഫി മന്തിയോട് വിളിച്ച് പറഞ്ഞത് ഒരു ക്വാർട്ടർ അൽഫാം മന്തിയായിരുന്നു. അത് ഞാൻ പ്രത്യേകം മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടായിരുന്നു എനിക്ക് ചെസ്റ്റ് പീസ് തന്നെ വേണമെന്ന്. അപ്പോൾ അതൊക്കെ അവർ ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു 10:30 മണി ആയപ്പോൾ അവരെല്ലാം റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ മന്തി കളക്ട് ചെയ്യാൻ പോയി. അതൊക്കെ കളക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നന്നായി വിശന്നപ്പോൾ ഞാൻ മന്തിയൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോഴാണ് സത്യം മനസ്സിലാക്കിയത്. എൻ്റെ ചെസ്റ്റ് പീസും ഇല്ല, അൽഫാമിൻ്റെ ഒരു പീസും ഒരു പൊടി പോലും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അവരെ വിളിച്ച് പറഞ്ഞു, വാട്സാപ്പിലൊക്കെ മെസ്സേജ് അയച്ചപ്പോൾ അവർ പറഞ്ഞു അവരുടെ തെറ്റാണ്. അങ്ങനെ അവർ അതൊക്കെ കൊണ്ടുവന്ന് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 11 മണി ആയപ്പോൾ അൽഫാം പീസ് അവർ കൊണ്ടുവന്ന് തന്നിട്ടുണ്ട്. നല്ല മഴയായിരുന്നു. അങ്ങനെ രാത്രി ഞാൻ 11 മണി 11:15 അവർ കൊണ്ടുവന്ന് തന്ന അൽഫാം പീസും മന്തിയൊക്കെ കൂട്ടി കുഴിമന്തി കഴിക്കാൻ പോവുകയാണ്. എനിവേ നല്ല വിശപ്പായിരുന്നു. അങ്ങനെ കുറേ സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. മയണൈസും ആ ടൊമാറ്റോൻ്റെ ആ സോസും അതുപോലെ തന്നെ അൽഫാം പീസും കുഴിമന്തിയൊക്കെ കൂട്ടി നല്ല പെപ്സിയൊക്കെ കൂട്ടി നല്ല വിശപ്പോട് കൂടി പാതിരാക്കി റൂമിലിരുന്ന് കഴിക്കാൻ പോവുകയാണ്. നല്ല പ്രിപ്പറേഷനൊക്കെ കൂടി ഞാൻ കഴിക്കുകയാണ്. നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ആദ്യത്തെ പിടി അങ്ങ് കഴിക്കുകയാണ്. അടിപൊളിയായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നീടൊക്കെയാണ് അറിഞ്ഞത്, കുറച്ച് ദിവസത്തിന് ശേഷമാണ് ഞാൻ അറിഞ്ഞത് വീണ്ടും സൂഫി മന്തിയിൽ ഒച്ചിനെ കിട്ടിയെന്ന്. എന്തായാലും എത്രയൊക്കെ വാർത്തകൾ അറിഞ്ഞാലും എന്നും എനിക്ക് മന്തി ഒരു വികാരം തന്നെയാണ്. ഇനിയും ഞാൻ സൂഫി മന്തിയിൽ പോവും, റൈസ് കഴിക്കും. എന്തൊക്കെ സംഭവിച്ചാലും സൂഫി മന്തിയിലെ കുഴിമന്തി എന്നും എനിക്കൊരു വികാരം തന്നെ. റൈസ് ഞാൻ വീണ്ടും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടയ്ക്ക് മാത്രമാണ് ഞാൻ ചിക്കൻ്റെ ഒരു പീസ് പൊട്ടിക്കാനുള്ളത്. കാരണം ചിക്കൻ പെട്ടെന്ന് കഴിഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമവും. കാരണം അത്രയും ചെറിയ പീസാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ എനിക്ക് ചിക്കൻ അങ്ങനെ എളുപ്പം എനിക്ക് കഴിച്ച് തീർക്കാൻ ഒട്ടും ഇഷ്ടമില്ല. അവിടെ പോയി കഴിക്കുകയാണെങ്കിൽ ഞാൻ ഒട്ടും തന്നെ ചിക്കൻ്റെ പീസ് പൊട്ടിച്ച് കഴിക്കില്ല. കാരണം ചിക്കൻ്റെ പീസ് ഞാൻ വളരെ ചെറുത് മാത്രമാണ് പൊട്ടിച്ച് കഴിക്കുള്ളൂ. കാരണം ചിക്കൻ അങ്ങനെ പെട്ടെന്ന് കഴിക്കാൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല. ചിക്കൻ അങ്ങനെ വളരെ വലിയ പീസ് കഴിച്ചാൽ ചിക്കൻ എങ്ങാനും പെട്ടെന്ന് കഴിഞ്ഞ് പോയാൽ എനിക്ക് ഭയങ്കര വിഷമവും. അപ്പോൾ ഞാൻ ചിക്കൻ ചെറിയ പീസ് പൊട്ടിച്ച് കഴിക്കും, റൈസ് കുറേ കഴിക്കും. അങ്ങനെ എത്രത്തോളം റൈസ് കഴിക്കാൻ പറ്റുമോ അങ്ങനെയാണ് ഞാൻ കഴിക്കുക. അവിടെ പോയാൽ റൈസ് അൺലിമിറ്റഡ് റൈസാണ്. അപ്പോൾ ഇവിടെ ഞാൻ അങ്ങനെ റൈസ് കുറേ കഴിച്ച് ചിക്കൻ ഞാൻ വളരെ ചെറുതായി കഴിച്ച് റൈസ് എത്രയും പെട്ടെന്ന് കഴിച്ച് തീർക്കും. അങ്ങനെ അവസാനം ചിക്കനെ കഴിച്ച് അത്രയും ഹാപ്പി ആയിട്ടിരിക്കാനാണ് എനിക്കിഷ്ടം. അങ്ങനെ ഞാൻ ചിക്കൻ കഴിച്ച് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് ഞാൻ അവസാനിപ്പിക്കണത്. അങ്ങനെ റൈസൊക്കെ തീർത്ത് ചിക്കൻ ഞാൻ അങ്ങനെ അവസാനിപ്പിക്കുകയാണ്. എനിവേ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തായാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൂഫി മന്തിയിലെ റൈസ്. എൻ്റെ ഹാപ്പി സ്പോട്ടാണ് സൂഫി മന്തി. എന്തായാലും ഇനി സൂഫി മന്തിക്ക് തെറ്റുപറ്റില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പോൾ ഗൈസ് ബൈ.